السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آل أهل الصدق والوفاء أما بعد. قال الله تعالى في كتاب الكريم ذلك الكتاب لا ريب فيه هدى للمتقين. صدق الله العلي العظيم. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ ജഡ്ജസ്, ഉസ്താദ്, മറ്റെൻ്റെ മുമ്പിലിരിക്കുന്ന ശുഭ്രവസ്ത്രധാരികളെയും താലിം സുഹൃത്തുക്കളെ, 2025-26 ദർശവസിൻ്റെ വേദിയിലാണ് നാം നിലകൊള്ളുന്നത്. എനിക്കിവിടെ അർപ്പിതമായ വിഷയം ഖുർആനിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാനാണ്. എനിക്കത് പറയാനും നിങ്ങൾക്കത് കേൾക്കാനും നാഥനായ സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. എന്താണ് ഖുർആൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖ്യമായ പ്രധാനപ്പെട്ട മുഅ്ജിസത്തിൽ ഒന്നാണ് മഹത്തമായ ഖുർആൻ എന്നുള്ളത്. ഏറ്റവും സാഹിത്യം അധികരിച്ച സമയത്ത് ഒരു റമദാനിൽ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇറാ ഗുഹയിൽ നിൽക്കുന്ന സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് നബി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നബി തങ്ങൾ വീണ്ടും പഠിപ്പിക്കുന്നു, ഖുർആൻ ഓതാത്ത വീടെന്ന് പറഞ്ഞത് പൊളിഞ്ഞ വീട് പോലെയാണ്. ഈ ഖുർആൻ ഇറക്കിയ സമയത്ത് ഈ ഖുർആനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സദഖല്ലാഹുൽ അലിയുൽ അളീം. ഈ കിതാബ് സംശയമില്ലാത്ത കിതാബാണ്. ഈ കിതാബ് മുത്തഖീങ്ങൾക്ക് തഖ്വയുള്ളവർക്ക് മാർഗദർശനമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഖുർആൻ അത്രത്തോളം ഓതൽ പോലും വളരെ മഹത്വമായതാണ്. റമദാനിൽ ഇറക്കപ്പെട്ടതായത് കൊണ്ട് തന്നെ റമദാനിൽ ഓതൽ ഏറ്റവും കൂലിയുള്ളതുമാണ്. ഖുർആൻ ഏറ്റവും ഓതൽ അധികരിപ്പിക്കേണ്ട മാസവും റമദാൻ തന്നെയാണ്. ഖുർആനിലെ ഒരു ഹർഫ് ഓതിയാൽ 10 നന്മയുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഖുർആനിൽ ഉൾക്കൊണ്ടത് കേവലം ഒരു അറിവ് മാത്രമല്ല, കേവലം ഒരു കാര്യം മാത്രമല്ല, മറിച്ച് ധാരാളം കാര്യങ്ങൾ ഈ സമുദായത്തെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഖുർആൻ വളരെ വ്യക്തവും കൃത്യവുമായി തന്നെ പറഞ്ഞു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. സാമ്പത്തികവും ആത്മീയവും സാമൂഹികവുമായ പല കാര്യങ്ങളും ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ പഠിക്കുന്നതും ഖൈറാണെന്ന് പറഞ്ഞതുപോലെ തന്നെ അത് ഖുർആൻ ഓതലും ഖൈറാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഖുർആൻ നല്ല ഓതാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.